ഒരു ചെടി നട്ടാൽ ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുന്നത് അതിനെ മുറിക്കുമ്പോഴാണ്. അതിങ്ങനെ വളർന്നു വന്ന് പക്ഷേ അതിനകത്ത് ഫലം ഉണ്ടാവുന്നില്ല. ഫലം ഉണ്ടാകാനായിട്ട് എന്ത് ചെയ്യണമെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ തുമ്പ് കട്ട് ചെയ്ത് കളയണമോ. അപ്പോൾ ഇത്രയും വളർന്നു നിൽക്കുന്ന ഈ ചെടിയുടെ തുമ്പ് കട്ട് ചെയ്യുന്ന എനിക്ക് ഒത്തിരി വിഷമം. ഞാനങ്ങ് കുറച്ച് ദിവസമായിട്ട് അങ്ങ് വിട്ടു പോട്ടെ എന്ന് വിചാരിച്ചു. ഇതിങ്ങനെയല്ല നിന്നാൽ മതി. പക്ഷേ ഇതെൻ്റെ സ്പിരിച്വൽ കാര്യത്തിനെ കണക്ട് ചെയ്യുന്നതാണല്ലോ, ഇതൊരു വീഡിയോ അനേകർക്ക് വെളിച്ചമാകുന്നതാണല്ലോ എന്നോർത്തപ്പോഴും എനിക്കതിനെ കട്ട് ചെയ്യാൻ പോയി വിഷമം തോന്നി. താഴെ നിന്ന് പറിച്ചപ്പോൾ ഇങ്ങനെയാണ് മുറിഞ്ഞു വന്നത്. അതിന് വിഷമം ഉണ്ടായി കാണുമായിരിക്കും. പക്ഷേ ഇനി നമ്മൾ കാണും ഇതിലൂടെ ഈ മുറിയലിലൂടെ അനേക ബ്രാഞ്ചസ് വരും. അനേക ബ്രാഞ്ചസ് മാത്രമല്ല നമ്മൾ കാണാൻ പോകുന്നത്, ഇനി ഈ കരിഞ്ഞു പോയ പൂക്കളൊക്കെ കായായിട്ട് വരുന്ന ഒരു സംരംഭം നമ്മൾ കാണും. ഇതൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നതാണ്, പക്ഷേ ഇനി ഇതെല്ലാം കായായിട്ട് വരും. ഹല്ലേലൂയ. നമ്മുടെ സ്പിരിച്വൽ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ്. നമ്മളെ ഒരു തോട്ടമായി നട്ടപ്പോൾ ആ തോട്ടത്തിൽ ഫലമുണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഓരോ ചെടി നട്ട് കഴിയുമ്പോഴും അതിൽ പൂക്കൾ വരുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണ്. അതായത് ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഓരോ ചെടിയിലും പൂക്കൾ വരുമ്പോൾ എന്ത് സന്തോഷമാണ്, എത്ര രസമാണെന്നറിയാമോ. രാവിലെ ഇവർക്കൊക്കെ ഞാൻ വെള്ളം ഒഴിക്കണമെന്ന് വിചാരിച്ചു, ഒഴിക്കണം. അപ്പോൾ ഓരോരുത്തരെയും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഈ തക്കാളി ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. മണി പ്ലാന്റിൽ പുതിയ നാമ്പ് വരുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. ഒരു ദിവസം നമ്മളിങ്ങനെ കാത്തിരുന്ന ദിവസമുണ്ട്, ഒരു മണി പ്ലാന്റ് ഒന്ന് വളർന്നിരുന്നെങ്കിൽ ഇപ്പം തന്നെ വളരുന്നു. ഒരു ചട്ടിയിൽ പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള പൂക്കൾ വളരുമ്പോൾ നോക്കിയൊക്കെ ഈ പൂവുണ്ട്, വെള്ളപ്പൂവുണ്ട്, അങ്ങനെ എല്ലാ ടൈപ്പിലുള്ള ചെടിയും കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആവശ്യമില്ലാത്ത ഇലകൾ പറിച്ച് കളയുമ്പോഴുള്ള ആ ഒരു സന്തോഷം അത് വേറെ. ഹല്ലേലൂയ. ചെറിയ ചെറിയ മൈൻഡുകളെ നമുക്ക് റീഫ്രഷ് ആക്കാനുള്ള ചെറിയ റെമഡികൾ നമുക്ക് ചെടി തന്നെ തരും. അപ്പോൾ നമ്മളിൽ ചെറിയ മുറിക്കലൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ്. ആവശ്യമില്ലാത്ത ഇലകളെയൊക്കെ എടുത്ത് കളയുമ്പോൾ നമ്മുടെ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ചെടിക്ക് ഭയങ്കരമായിട്ട് എനർജി കിട്ടും. അങ്ങ് താഴോട്ട് വീണ് കിടക്കുന്ന ചെടികളെയൊക്കെ ഒന്ന് മേലോട്ട് എടുത്ത് വെക്കുമ്പോൾ അതൊരു ബ്യൂട്ടിഫുള്ളായിട്ട് മാറും. ഹല്ലേലൂയ. സോ നെവർ ഗിവ് അപ്പ് ദൈവമക്കളെ. നമ്മളെ മുറിക്കുമ്പോൾ പലപ്പോഴും പറയും, പക്ഷേ വേദനകൾ വരുമ്പം ആളുകൾ പറയും പറയാൻ എളുപ്പമാണ്, പക്ഷേ സാഹചര്യത്തിലൂടെ പോകുന്നത് 17 വർഷമായി ദൈവമക്കളെ. ഇന്ന് ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, KFC ഉണ്ടാക്കിയ ആ മനുഷ്യൻ 1050 പ്രാവശ്യം അതിൻ്റെ റെസിപ്പിയുമായിട്ട് പോയിട്ട് ആരും അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷേ 1050ാമത്തെ പ്രാവശ്യം അദ്ദേഹത്തിന് ഒരു എന്താ പറയുക അംഗീകാരം ഉണ്ടായി. നമ്മൾ അംഗീകാരത്തിന് വേണ്ടി ഓടുന്നവരല്ല. നിങ്ങൾ എന്താണോ കാത്തിരിക്കുന്നത്, നിങ്ങൾ എന്താണോ ഇങ്ങനെ, അതിൻ്റെ പുറകിലുള്ള ആ ഉദ്ദേശം പുറത്തു വരും. മൗനമായിരിക്കുക. നെവർ ഗിവ് അപ്പ്.